ഒരു ഇൻഫെക്ഷൻ കാരണം ഇപ്പോൾ കേരളത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് സ്കാൽപ്പ് ഈറ്റിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ നെക്രോട്ടൈസിങ് ഫെസൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഇഷ്യൂസ് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്. സോ അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ട്രാൻസ്പ്ലാന്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ആ ഒരാൾക്ക് അത് സംഭവിക്കാനുള്ള ഒരു കാരണം മേ ബി ഈ പറയുന്ന കണ്ടീഷൻ, അതായത് ഇപ്പോൾ നെക്രോട്ടൈസിങ് ഫെസൈറ്റിസ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതായത് റാപ്പിഡ്ലി പ്രോഗ്രസിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഹെയർ ട്രാൻസ്പ്ലാന്റിൽ മാത്രമല്ല അത് ഉണ്ടാവാറ്, ബാക്കിയുള്ള കണ്ടീഷൻസിലൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒരു കട്ട് ഉണ്ടാവുകയാണെങ്കിൽ, മുറിവുണ്ടാകും, എസ്പെഷ്യലി ബേൺസിന്റെ കേസിലൊക്കെ, അതായത് പൊള്ളലേറ്റ ആൾക്കാരിലൊക്കെ ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ സ്കിന്നിന്റെ ഡീപ്പർ ലെയറിലുള്ള ടിഷ്യൂസിനെ തിന്നുന്ന ബാക്ടീരിയാസ് എന്ന് പറയും. വെൻ ഇറ്റ് വിൽ എഫക്ട് ദ ഡീപ്പർ ലെയർ ഇൻ ദ സ്കിൻ. നമ്മൾ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്കിന്നിൽ ഒരു കട്ട് ഉണ്ടെങ്കിലോ വൂണ്ട് ഉണ്ടെങ്കിലോ അത് ഉണ്ടാവാം. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും മേ ബി അതെങ്ങനെ ഈ ഒരു സെന്ററിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു ആളുടെ കേസിൽ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ക്ലെൻലിനെസ് ഒരു ഇതാവാം, അല്ലെങ്കിൽ യൂസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി വൺ ഓഫ് ദ റീസൺ. ഇങ്ങനത്തെ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വീട്ടിലോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് ഇനീഷ്യൽ ഒരു 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നീഡിൽ മെത്തേഡിന്റെ ഒക്കെ കേസിൽ നിങ്ങൾക്ക് ഒരു 7-10 ദിവസത്തേക്കൊക്കെ റെസ്റ്റ് പറയാറുണ്ട്. ആ റെസ്റ്റ് പറയുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഡസ്റ്റി ആയിട്ടുള്ള ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇംപ്ലാന്റഡ് ഏരിയയിൽ അത് ഹീൽ ആവാനായിട്ട് നമ്മൾ ഈ ഇൻഫെക്ഷൻസ് കുറക്കാനൊക്കെ ആയിട്ടാണ് ഈ സജഷൻസ് പറയുന്നത്. ആയെങ്കിലും ചില ആൾക്കാർ ഇത് കേൾക്കാതെ 5 ദിവസത്തേക്കുള്ള ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും എടുക്കാതെ അവർ പോയി ഈ പറയുന്ന ഡസ്റ്റിലേക്കൊക്കെ പോയി അവിടെ ഇൻഫെക്റ്റഡ് ആയി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് പുള്ളിക്ക് അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവാം. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പറയുന്ന സ്കാൽപ്പ് ഈറ്റിംഗ് ബാക്ടീരിയയിൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂയിഷ് കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളത് ഇഗ്നോർ ചെയ്ത് കാണാം. ചിലപ്പോൾ നോർമൽ വൂണ്ട് ഹീലിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതോ അങ്ങനെയായിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് ഇത് ടേക്ക് ഓഫ് ചെയ്ത് ബാക്ടീരിയയുടെ ഒരു പ്രോഗ്രഷൻ അത്രയും ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംഭവിച്ചപ്പോഴത്തേനും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് കൂടി, അതായത് ഡീപ്പർ ലെയറിലുള്ള സ്കിന്നിനെ അത് എഫക്ട് ചെയ്ത് ഇൻഫെക്ഷൻ പോയി. അതാണ് സംഭവിച്ചിട്ടുണ്ടാവാനുള്ള ചാൻസ് ഇവിടെ.